നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുലിപ്പേടിയിൽ പത്തനാപുരം. പുലി പശുക്കിടാവിനെ കൊന്നുതിന്നു. പുന്നലയിലാണ് സംഭവം. ജമാഅത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്തു. യുവാവിന് നേരെ ആക്രമണം എന്ന് പരാതി. കരുവ വലിയവിള സ്വദേശി അമീർ ഖാനാണ് മർദ്ദനമേറ്റത്. അഷ്ടമുടിക്ക് ആവേശമായി ജലോത്സവം. പ്രസിഡന്റ്സ് ട്രോഫി നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടന്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടന് CBL കിരീടം. KSRTCയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം. KSRTE CITUവിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. കരുനാഗപ്പള്ളി ഡിപ്പോയിലായിരുന്നു സമരം. വിശദമായ വാർത്തകളിലേക്ക്. പുലിപ്പേടിയിൽ പത്തനാപുരം. കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ജനവാസ മേഖലയിലാണ് പുലിപ്പേടിയും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുലി പശുക്കിടാവിനെ കൊന്നുതിന്നു. പുന്നലയിലാണ് പശുക്കിടാവിനെ പുലി ഭക്ഷിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പത്തനാപുരം പുന്നല മൈക്കണ്ണായിൽ ഹംസയുടെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരുന്ന പശുക്കിടാവിനെ പുലി പിടിച്ചത്. പ്രദേശത്ത് കാട്ടുപോത്ത്, കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണ്. വന്യമൃഗശല്യത്തിനെതിരെ വനം വകുപ്പ് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ചത്ത പശുക്കുട്ടിയുടെ ജഡവും കൊണ്ട് കടശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് പടിക്കൽ നാട്ടുകാർ ഉപരോധം സംഘടിപ്പിച്ചു. ഞങ്ങൾ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പുന്നല വാർഡിലെ മൈക്കെണ്ണ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഇത് മൈക്കെണ്ണ എന്ന് പറയുന്ന പ്രദേശം കുറെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഹംസ എന്ന് പറഞ്ഞ ആളിന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പശുക്കിടാവിനെ കഴിഞ്ഞ രാത്രി പുലി തിന്നുകയും അതിന്റെ പകുതിയോളം കൊന്ന് തിന്നിരിക്കുകയാണ്. അന്നേരം ഇത് കടശ്ശേരി, പുന്നല ഈ പ്രദേശങ്ങളിൽ നിരന്തരം വന്യമൃഗ ശല്യം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത് നിരന്തരം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും ഒരു നടപടികളും ഉണ്ടാകുന്നില്ല. അവർ വന്ന് ഇത് കണ്ടിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല. ഇതിന്റെ പ്രതിഷേധം എന്നുള്ള നിലയിൽ ഇപ്പം നിലവിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി കുമാരി ഉണ്ട്. അതുപോലെ തന്നെ ചാച്ചപ്പിന്ന വാർഡ് മെമ്പർ ശ്രീ ഹുനേസ് ഉണ്ട്. ഞങ്ങൾ ഈ പശുവിന്റെ ജഡവുമായി കടശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയി അവിടെ ഫോറസ്റ്റ് ഓഫീസ് പടിക്കൽ കുത്തിയിരുന്നു കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് പടിക്കൽ ഈ പശുക്കിടാവിന്റെ ജഡവുമായി പോവുകയാണ്. കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം ജനവാസ മേഖലയിൽ പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പത്തനാപുരം നിവാസികൾ. സന്ധ്യ മയങ്ങിയാൽ പ്രദേശം ശൂന്യമാണ്. ഭയത്താൽ ആരും വീടിന് പുറത്തേക്കിറങ്ങാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തിലേറെയായി കടശ്ശേരി, പുന്നല, തച്ചക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം അതിരൂക്ഷമായിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന വീട്ടിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് പുലി വന്ന് കയറുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇവിടുത്തെ പശുവിന്റെ വന്ന് കടിക്കുകയും നാട്ടുകാർ കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പുലി വിട്ടുപോവുകയും ചെയ്തു. പക്ഷെ ഇന്നലെ രാത്രിയിൽ ഒരു പശുക്കുട്ടിയെ വന്ന് കടിച്ച് തിന്നിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് കടശ്ശേരിയിലെ ഒരു മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ 10 വർഷക്കാലമായി സ്ഥാപിച്ചു. ഏതാണ്ട് 38 പര സ്റ്റാഫുകളുണ്ട്. ഇത് നൈറ്റ് പെട്രോളിങ്ങോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ അടുത്ത കാലത്തായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുതാപരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് 100 കണക്കിന് വീടുകളുള്ള ഒരു പ്രദേശമാണ് ഈ തച്ചക്കോട്, ഈ ചെമ്പ്രാമണ്ണ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റുകാരുടെ ഒരു വലിയൊരു ഉദാസീനതയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയെങ്കിലും ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഈ പ്രദേശത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവരെ ഇവിടുന്ന് പൂർണ്ണമായിട്ടും കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഫോറസ്റ്റിന്റെ ഒരു തന്ത്രപരമായ നീക്കമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഏതൊരു വിഷയവും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും അവര് വന്നു പോയി പ്രഹസനം കാണിക്കുന്നതല്ലാതെ ഒരു നൈറ്റ് പെട്രോളിംഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള കിടങ്ങ് സ്ഥാപിച്ച് കാട്ടാനകളെ ഈ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കുവാനോ ഒന്നും വേണ്ടുന്ന യാതൊരുവിധമായ നടപടി സ്വീകരിക്കുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ മറ്റ് അനുബന്ധ ആളുകളോ ഒന്നും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് കൊച്ചു കുട്ടികളടക്കമുള്ളവർക്ക് 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ട്യൂഷന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവിടെ താമസിക്കുന്നവർ വലിയൊരു ഭീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
KSRTE CITUവിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആകുന്നതിനെതിരെ നടപടി സ്വീകരിക്കുക, ഗ്യാരേജിന് മുൻഭാഗത്തെ കുഴികൾ നികത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. KSRTE CITUവിന്റെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ ധർണ നടത്തിയത്. ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആകുന്നതിനെതിരെയും വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തതും ഗ്യാരേജിന് മുൻഭാഗത്തെ കുഴികൾ നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. ഓർഗനൈസിംഗ് സെക്രട്ടറി K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ശമ്പളമേ ഇല്ലാത്ത അവസ്ഥയിലാക്കി വെച്ചിട്ടാണ് പോയത്. ഈ സ്ഥാപനം പൂട്ടിക്കാൻ അച്ചാരം വാങ്ങി ഉറപ്പിച്ചിട്ട് പോയവരാണ് ഇപ്പൊ പരിതപിക്കുന്നത്. ശരി, ഞങ്ങൾ അതിന് മുകളിലേക്ക് എടുക്കാം. നാളിതുവരെ 9.5 കൊല്ലമായി കേരളത്തിൽ KSRTCയിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഇവരെ കണ്ടിട്ടുണ്ടോ? പേരിലെങ്കിലും ഒരു സമരം നടത്തിയിട്ടുണ്ടോ? നടത്തിയ സമരത്തിന് തൊഴിലാളി തലക്കാവുന്നത്. അപ്പോ KSRTCയിലെ പ്രതിസന്ധി ഘട്ടത്തിൽ KSRTC വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി നിൽക്കുമ്പോൾ ഒരു സമരം നടത്താനോ അല്ലെങ്കിൽ തൊഴിലാളികളെ കണ്ണീരൊപ്പാനോ കഴിയാത്ത ആളുകൾ ഇപ്പൊ വലിയ വിഷമത്തോടുകൂടി വരികയാണ്. ഇനി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ഞങ്ങളെ കണ്ടതാണ് 5 കൊല്ലം. ഇതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ 5 കൊല്ലം ഞങ്ങൾ കണ്ടതാണ്. 3 വകുപ്പ് മന്ത്രിമാരുണ്ടായിരുന്ന കാലം ഞങ്ങൾ കണ്ടതാണ്. KSRTC തൊഴിലാളി അന്ന് അനുഭവിച്ചതിനേക്കാൾ ഒരു പീഡനവും KSRTC അനുഭവിക്കുന്നില്ല. അതിനകത്ത് തർക്കവും വേണം. 2002 ഞങ്ങളൊക്കെ ഈ വ്യവസായത്തിലേക്ക് UDF വേണം. PSC വഴി നിയമനങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? എംപാനൽ യൂണിയൻ വിഷയಕ್ಕೆ കഴിയും. ചരിത്രത്തിലാദ്യമായി എംപാനൽ വ്യവസ്ഥയിൽ PSCയുടെ ആളിനെ എടുത്തവരാണ് പറയുന്നത് ഇനി കാണിച്ചില്ലാന്ന് വരുമ്പോ ഇനി വന്നാലല്ലേ കാണിക്കൂ എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് K. ലിജു അധ്യക്ഷത വഹിച്ചു. 5 മണിക്ക് സർവീസ് പോകുന്ന ബസ്സുകൾ ഏകദേശം വെറ്റമുക്ക് ചവറ അതിനപ്പുറം കടന്നു പോകാറില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബസ്സുകളുടെ തകരാറുകൾ പരിഹരിക്കാതെ ഇവിടുന്ന് സർവീസ് അയക്കുന്നതാണ്. ഇതേ ചൊല്ലി പലതവണ അസോസിയേഷൻ മേലധികാരികളെ സമീപിച്ചതും ഇതിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെ യാതൊരു നടപടികളും അതിനനുകൂലമായി എടുക്കുവാൻ ഈ മേലധികാരികൾക്ക് ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് സെക്രട്ടറി K. ബൈജു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന നേതാക്കളായ പ്രവീൺ ബാബു, സതീഷ് കുമാർ, PG അജിത്ത്, ഖജാൻജി A. ഷിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് വാർഷിക പൊതുസമ്മേളനവും കുടുംബ സംഗമവും നടത്തി. മെറിറ്റ് അവാർഡ്, ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കല്ലേലി ഭാഗം യൂണിറ്റ് വാർഷിക പൊതുസമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ മധു കൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ECHS ബോധവൽക്കരണവും നടത്തി. ഹെൽത്ത് എന്ന് പറയുന്നത് ഞങ്ങളാണ് എപ്പോഴും പറയാറുള്ളത്, മരുന്നുകളിൽ അല്ല നമുക്ക് സന്തോഷമാണ് മരുന്ന്. നമ്മൾ ആഹാരം മരുന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് മരുന്ന് ആഹാരമായിട്ട് കഴിക്കേണ്ടി വരും. ആഹാരം മരുന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് മരുന്ന് ആഹാരമായിട്ട് കഴിക്കേണ്ടി വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മരുന്നെന്ന് പറയുന്നത് നമുക്ക് ഒരു ഹാപ്പിനെസ് തരുന്നതല്ല. ഇവിടെ ഇപ്പോൾ അദ്ദേഹം നേരത്തെ സംസാരിച്ച അദ്ദേഹം സാർ ഇവിടെ പറഞ്ഞിരുന്നു, അതാണ് നമ്മൾക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെ വീടുകളിലേക്ക് ചുരുങ്ങി, ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങി. നമ്മൾക്കിപ്പോൾ ഇന്ററാക്ഷൻസ് വളരെ കുറവാണ്. ഈ മൊബൈൽ ഫോൺ വന്ന ശേഷം നമുക്ക് ഇന്ററാക്ഷൻസ് കുറവാണ്. പെട്ടെന്നാണ് മറവികൾ വരുന്നത്. എന്തുകൊണ്ടാണ് മറവി വരുന്നത്? നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ബ്രെയിൻ എപ്പോഴും ഇൻപുട്സ് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം. ബ്രെയിൻ എന്തെങ്കിലും ചെറിയ ചെറിയ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കണം. കളികളോ ക്യാരംസോ ചെസ്സോ അതുപോലുള്ള എന്തിനു പറയുന്നു, ചീട്ട് കളിച്ചാൽ പോലും നമുക്ക് ബ്രെയിനിന് പുതിയ പുതിയ ഇൻപുട്സ് കിട്ടും. സംസാരിക്കുന്നില്ല, സംസാരം വളരെ കുറവാണ്. KSCSL സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ D. ശശികുമാർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. KSCSL ജില്ലാ പ്രസിഡന്റ് P. സതീഷ് ചന്ദ്രൻ സംഘടനാ പ്രവർത്തന ബോധവൽക്കരണം നടത്തി. സംസ്ഥാന മഹിളാ വിംഗ് ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം SBI ഡെപ്യൂട്ടി മാനേജർ റിജു ശശി ബാങ്കിംഗ് സൈബർ തട്ടിപ്പ് ബോധവൽക്കരണം നടത്തി. മഹിളാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ജയശ്രീ ദിനമണി മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. KSCSL താലൂക്ക് സെക്രട്ടറി N. ജനാർദ്ദനൻ പിള്ള ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. മഹിളാ വിംഗ് താലൂക്ക് സെക്രട്ടറി ശ്രീദേവി ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിച്ചു. യൂണിറ്റ് രക്ഷാധികാരി K. വാസുദേവൻ മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് J. ബാബു അധ്യക്ഷത വഹിച്ചു. 50 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഭൗതിക സാഹചര്യം ഒന്നും ഇല്ലാത്ത ഒരു കാലത്തായിരുന്നു നമ്മൾ ഇന്ന് കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ ഭാര്യമാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഒരു കത്ത് വന്നാൽ പോലും നമ്മുടെ ഒരു കത്ത് വന്നാൽ മാസങ്ങളോളം കാത്തിരിക്കണം. പക്ഷെ ഒരു കത്ത് വന്നാൽ പോലും അതിനെ ചോദ്യം ചെയ്യുന്ന അച്ഛനും അമ്മയും അമ്മായിയമ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്താണ്
നമ്മൾ അവരാ ജീവിതം നമ്മുടെ കൂടെ ഒത്തുചേർന്ന് അവർ ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നു. ഇന്നാണ് നമുക്ക് ഭൗതിക സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നാണ് അവർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ കുറച്ച് സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KR രാഗേഷ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി G ജഗൽകുമാർ സ്വാഗതം പറഞ്ഞു. ട്രഷറർ MK സുബേർകുട്ടി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PK രവീന്ദ്രൻ പിള്ള, യൂണിറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി അനിരുദ്ധൻ, മഹിളാ വിംഗ് യൂണിറ്റ് സെക്രട്ടറി ലീന മണികണ്ഠൻ, യൂണിറ്റ് ഓഡിറ്റർ CR ദേവദാസ്, മഹിളാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് പ്രീത രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിറ്റ് രക്ഷാധികാരി V ഗോപാലകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അഷ്ടമുടി കായലിന്റെ ഓളങ്ങളിൽ വിജയം തുഴഞ്ഞു നേടി നിരണം ചുണ്ടൻ. ദേശിംഗനാടിനെ ആവേശത്തിലാഴ്ത്തി 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസൺ ഫൈനലും അഷ്ടമുടി കായലിൽ അരങ്ങേറി. ആയിരക്കണക്കിന് കാണികളെ സാക്ഷികളാക്കി പ്രസിഡന്റ്സ് ട്രോഫി നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ സ്വന്തമാക്കി. വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ CBL കിരീടവും കരസ്ഥമാക്കി. 11 മത്സരങ്ങളിൽ നിന്നായി 108 പോയിന്റുകൾ കരസ്ഥമാക്കിയാണ് വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ CBL ചാമ്പ്യന്മാരായത്. 92 പോയിന്റുമായി മേൽപ്പാടൻ ചുണ്ടൻ CBL മത്സരങ്ങളിൽ 2ാം സ്ഥാനവും 86 പോയിന്റുകളുമായി നിരണം ചുണ്ടൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഫൈനൽ മത്സരത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തി നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ പ്രസിഡന്റ്സ് ട്രോഫി ഉറപ്പിച്ചപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ 2ാം സ്ഥാനവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ 3ാം സ്ഥാനവും നേടി. CBL ജേതാക്കൾക്ക് 25 ലക്ഷം രൂപ ലഭിച്ചു. 2ാം സ്ഥാനത്തിന് 15 ലക്ഷം രൂപയും 3ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപയും ലഭിച്ചു. CBL മത്സരത്തിന്റെ കൊല്ലം ജേതാക്കൾക്ക് 5 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 3 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപയും ലഭിച്ചു. മത്സരങ്ങളുടെ ഭാഗമായി വനിതകളുടെ 3 വള്ളങ്ങളടക്കം 8 ചെറുവള്ളങ്ങളുടെ മത്സരവും നടന്നു. അതിൽ ഇരുട്ടുകുത്തി B വിഭാഗത്തിൽ ജലറാണി, ഇരുട്ടുകുത്തി A വിഭാഗത്തിൽ PG കർണൻ, വനിതകളുടെ മത്സരത്തിൽ ചെല്ലിക്കാടൻ തുടങ്ങിയവർ ജേതാക്കളായി. മന്ത്രി J ചിഞ്ചുറാണി ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ ജലോത്സവത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ ഫണ്ടിംഗ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ ജലോത്സവം ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അത് ചാമ്പ്യൻസ് ബോട്ടിലേക്ക് അതിന്റെ ഫൈനൽ മത്സരമാണെങ്കിലും ആ തരത്തിൽ ഇതിന് രൂപം കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടവും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനും ഗവൺമെന്റും എല്ലാം സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ ജലോത്സവം ഒരു വൻപിച്ച വിജയപ്രദമാക്കി മാറ്റുവാൻ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇരുകരകളിലും അഷ്ടമുടി കായലിന്റെ ഇരുകരകളിലും ആയിരക്കണക്കിന് ആൾക്കാർ ഈ ജലോത്സവം കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. സാധാരണ ഒരു ഉത്സവ കാലഘട്ടങ്ങളിലാണ്, അത് പ്രത്യേകിച്ച് ഓണ കാലഘട്ടങ്ങളിലാണ് സാധാരണ ജലോത്സവങ്ങൾ ഇത്തരത്തിൽ നമ്മൾ ഗംഭീരമായി കൊണ്ടാടുന്നത്. മറ്റു ജില്ലകളിൽ ജലോത്സവം നടന്നുവരുന്ന പ്രദേശങ്ങളെക്കാൾ വിസ്തൃതിയുള്ളതും നേർരേഖയിൽ ട്രാക്ക് സ്ഥിതി ചെയ്യുന്നതും അഷ്ടമുടിക്കായലിനെ മത്സരം നടത്താൻ അനുയോജ്യമാക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ജലോത്സവത്തിൽ കൂടുതൽ ടീമുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞത് സംഘാടകരുടെ മികവാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ആഘോഷവും ഇല്ലാത്ത ഈ ഒരു സമയത്താണ് ജലോത്സവം നമ്മുടെ കൊല്ലത്ത് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രമിച്ചത്. അതിനൊട്ടേറെ ബുദ്ധിമുട്ടുകൾ, പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് അത് വളരെ പെട്ടെന്ന് കുറഞ്ഞ ദിവസം കൊണ്ട് നല്ലൊരു പ്ലാനിങ് നടത്തിക്കൊണ്ട് ഇത്രയും കുറേയധികം ടീമുകളെ നമുക്ക് പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘാടനത്തിന്റെ ഒരു ഗുണമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ എടുത്തു കാണിച്ചു. മേയർ AK ഹഫീസ് പതാക ഉയർത്തി. നിർവഹിക്കുന്നു. ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി. AK ഹഫീസ്, കൊല്ലം മേയർ. മത്സരങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. M മുകേഷ് MLA അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP മാസ്റ്ററിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു.
ടൂറിസം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് റിപ്പോർട്ട് അവതരണം നടത്തി. എം നൌഷാദ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, ജില്ലാ കളക്ടർ N ദേവിദാസ്, ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഡോക്ടർ ഉദയ സുകുമാരൻ, ADM G നിർമ്മൽകുമാർ, CBL ചീഫ് കോർഡിനേറ്റർ RK കുറുപ്പ്, DTPC സെക്രട്ടറി ജ്യോതിഷ് കേശവൻ, വിവിധ രാഷ്ട്രീയ സമിതി പ്രതിനിധികൾ, സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സമ്മാനിക്കുന്നു. അത് ഏറ്റുവാങ്ങുവാൻ ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജമാഅത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ചതായി പരാതി. കരുവ വലിയവിള തെക്കേച്ചേരി സ്വദേശി അമീർ ഖാനാണ് അക്രമത്തിന് ഇരയായത്. കണ്ണിനും മുഖത്തും ശരീരത്തും ഗുരുതരമായി പരിക്കേറ്റ അമീറിനെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ഇവിടെ വന്ന് മൊഴിയത് 8-ാം തീയതി രാത്രി 9 മണിക്ക് പ്രതികൾക്കെതിരെ എഫ്ഐആർ ഇട്ടതാണ്. പ്രതികൾക്കെതിരെ എഫ്ഐആർ ഇട്ട് ഞാൻ ഏതാണ്ട് ഒരു പിറ്റേന്ന് 9 മണിക്ക് ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് 9 മണിക്ക് ഞാൻ SI അതായത് CIA വിളിച്ച 60 അവിടെ പുറത്തു കൊടുത്തേക്കുന്ന നമ്പർ, പോലീസ് സ്റ്റേഷനിൽ പുറത്തു കൊടുത്തേക്കുന്ന നമ്പറുണ്ട്. ആ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ CIA വിളിച്ചപ്പോൾ CIA സ്വിച്ച് ഓഫ് ആണ്. അത് 59 ലാസ്റ്റ് 59 വരുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ SIയെ കിട്ടി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു CI 11 മണിക്ക് എത്തും, 11 മണിക്ക് എത്തുന്നതോടെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. 2 മണിയായിട്ടും അറസ്റ്റ് നടന്നില്ല. പിന്നെ 2 മണി കഴിഞ്ഞതിന് ശേഷവും വിളിച്ചപ്പോഴും പുള്ളിക്കാരൻ വേറൊരു മീറ്റിങ്ങിലാണ്. പിന്നെ ഇങ്ങോട്ട് വിളിക്കാം. പിന്നെ ഞാൻ വിളിച്ച സമയത്തെന്ന് വെച്ചാൽ ഫോൺ കണക്ട് ചെയ്തിട്ട് പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അഞ്ചാലുമൂട് കരുവ മുസ്ലിം ജമാഅത്തിലെ കഴിഞ്ഞ 9 മാസത്തെ പള്ളി വരവ് ചിലവ് കണക്കുകളിൽ ഓഡിറ്റ് അധികൃതർ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നതായും ഇക്കാര്യം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അമീർ ഖാന് മർദ്ദനമേറ്റതെന്നും പറയുന്നു. ഇതിനു മുമ്പും പള്ളിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തുകയും പ്രതികരിക്കുകയും ചെയ്തതിന്റെ വൈരാഗ്യവും ഇയാൾക്കെതിരെ കമ്മിറ്റിക്കാർക്ക് ഉണ്ടായിരുന്നതായും അമീർ ഖാൻ പറയുന്നുണ്ട്. മുൻകൂട്ടിയുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിലവില് കമ്മിറ്റി നേരത്തെ കമ്മിറ്റികളിൽ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ കേസുകൾ കൊടുക്കുകയും വഖഫ് ബോർഡ് ആഡിറ്റ് ചെയ്ത റിപ്പോർട്ടിന്റെ മേളിൽ നിലവിലിരിക്കുന്ന കമ്മിറ്റിക്കും ആ കമ്മിറ്റിക്കകത്ത് ഇരിക്കുന്നവർക്ക് നേരത്തെ ഉള്ളവർക്കും ഒക്കെ സാമ്പത്തിക ക്രമക്കേടിൽ അതിനകത്ത് ഇൻവോൾവ്ഡ് ഉണ്ട്. ആ ഇൻവോൾവ്ഡ് വന്ന ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനയും ഒക്കെയാണ്, ആ ഒരു വിരോധമൊക്കെയാണ് നമുക്കിപ്പോ ഈ ഒരു സംഘർഷത്തിലേക്ക് നമ്മളെ ആക്രമിക്കപ്പെടത്തിലേക്ക് എത്തിപ്പെട്ടത്. ഒരു ഗൂഢാലോചനയായിട്ടാണ് അവർ വന്നത്. നമ്മളെ പിടിച്ചു നിർത്തിയാണ് അതിനകത്ത് അടി. നമ്മളെ ഇപ്പോ നിലവിൽ ഈ അടി ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ 2023-25 കാലയളവിലെ സാമ്പത്തിക വർഷത്തിലെ വഞ്ചി പൊട്ടിച്ചിട്ടുള്ള അതിനകത്തെ സാമ്പത്തിക ക്രമക്കേട് ചോദ്യം ചെയ്തതാണ്. അതിനകത്തെ വഞ്ചിക്കകത്തുണ്ടായ വരവിനെ കുറിച്ച് കുറവ് വന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്തു, സാമ്പത്തിക എന്താണ് ഇത്രയും വന്നതെന്നുള്ളത്. അപ്പൊ അതൊരു ഈ കമ്മിറ്റി നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ 28/10 ഞാൻ അഞ്ചാലുമൂട് സ്റ്റേഷനിൽ വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഗുണ്ടകളെ പോലെ ഇവർ പെരുമാറുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്കൊന്നും അതിനകത്ത് സംസാരിക്കാൻ പറ്റൂല, ഒരു കാര്യങ്ങളും പറയാൻ പറ്റൂല, ഒരു അഭിപ്രായങ്ങളും പറയാൻ പറ്റൂല. ഞാൻ അതിനകത്തെ കമ്മിറ്റി മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പള്ളി പടിഞ്ഞാറേ വാർഡിൽ, അതായത് പ്രധാനമായ ഒരു മസ്ജിദാണത്. കരുവ ജുമാ മസ്ജിദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കരുവ കരുവാപ്പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഇതര മത സഹോദരന്മാർക്ക് വരെ വലിയ വിശ്വാസമുള്ള ഒരു പള്ളിയാണ്. പള്ളിയിലെ വരവ് ചെലവ് കണക്കുകളുടെ ക്രമക്കേടുകൾ ജമാഅത്ത് കമ്മിറ്റിയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. അമീർ ഖാനെ ആക്രമിച്ച പ്രതികൾക്കെതിരെ പോലീസ് FIR ഇട്ടു. എന്നാൽ പ്രതികളെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് അമീർ ഖാൻ ആരോപണം ഉന്നയിച്ചു. അപ്പൊ എനിക്ക് പറയാണ്ട അഭിപ്രായങ്ങൾ എനിക്ക് അവിടെ പറയാൻ പോലും സമ്മതിക്കൂല. അവരുടേതായിട്ടുള്ള കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഗുണ്ടകളെ പോലെ അവിടെ പെരുമാറുക. നമ്മൾ നേരത്തെ ഞാൻ ഈ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ആൾക്കാരുടെ ലിസ്റ്റും പ്രകാരം ഞാൻ CIക്ക് പരാതി കൊടുത്തായിരുന്നു.
അതിന് അന്ന് CI ഇടപെട്ട് ഒരു പരിഹാരം കാണുകയും ചെയ്തു. അതിൽ കൊടുത്ത വ്യക്തികൾ തന്നെയാണ് ഇപ്പോഴും ഈ FIR-ൽ ഇപ്പൊ എന്നെ അടിച്ചതിനകത്ത് FIR-ലുള്ളത്. ഈ സിദ്ദീഖും സാജിദും അതേപോലെ തന്നെ ഈ സിയാദും. അവരന്നും ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തതാണ്. അപ്പൊ നേരത്തെ ഈ വഖഫ് ബോർഡുകളിൽ കൊടുത്ത പരാതി, പിന്നെ ഈ അടുത്ത റീസെന്റ് ഞാനൊരു IA ഫയൽ ചെയ്തായിരുന്നു, വീണ്ടും ആഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. ഈ 2023-ലെ 22-ലെ 23-ലെ കണക്കുകളെല്ലാം ഒന്ന് ആഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് വീണ്ടും IA ഫയൽ ചെയ്തായിരുന്നു. ഇതൊക്കെ ഇവർക്ക് വിരോധമായിട്ട് നിൽക്കുകയാണ്. ആ വിരോധത്തിന്റെ ഗൂഢാലോചനയിൽ ഈ കമ്മിറ്റിയിൽ ഞാനിത് ചോദ്യം ചെയ്തപ്പോൾ എന്നെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തിയാണ് ഇടിക്കുകയുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാത്രിയുടെ മറവിൽ ശൗചാലയ മാലിന്യം തള്ളാൻ എത്തിയ വാഹനവും ഡ്രൈവർമാരെയും പിടികൂടി. ഇരവിപുരത്തും സമീപ പ്രദേശത്തും മാലിന്യം തള്ളിയ വാഹനമാണ് പിടിച്ചെടുത്തത്. ഇവിടെ മുൻപും മാലിന്യം ഒഴുക്കിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ജെയിംസ്. ചെലവളത്തമ്മേട് മീനാട് സ്റ്റാൻഡേർഡേഷൻ വില്ലേജ്. മീനാട് വില്ലേജ് മീനാട്. എവിടാ വീട്? സ്റ്റാൻഡേർഡേഷൻ. രാത്രിയുടെ മറവിൽ ശൗചാലയ മാലിന്യം തള്ളാനെത്തിയ വാഹനവും ഡ്രൈവർമാരെയുമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത്. ഇരവിപുരത്തും സമീപ പ്രദേശത്തും മാലിന്യം തള്ളിയ വാഹനമാണ് പിടിച്ചെടുത്തത്. സ്ഥിരമായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കുകയും വലിയ ദുർഗന്ധമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന് മാലിന്യം ഒഴുക്കുന്നത് മൂലം സമീപത്തെ പല വീടുകളിലെ കിണറുകളിലും മറ്റും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നാട്ടുകാരുടെയും ജനപ്രതിനിധി ഡെസ്റ്റിമോണയുടെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടിയത്. തോട്ടിലേക്ക് പതിവ് പോലെ രാത്രിയുടെ മറവിൽ വാഹനവുമായി എത്തി മാലിന്യം തള്ളാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇവരെ പിടികൂടിയത്. ഇരവിപുരം പോലീസ് എത്തി വാഹനവും ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തു. ഇതാ കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പർ ഇതാ. വണ്ടി ഞങ്ങൾ കൊണ്ടുതരാം സാറേ. അല്ല, ഞാൻ ഓടിച്ചുകൊണ്ട് തരാം. ഞാൻ ഓടിക്കും സാറേ, ഞാൻ ഓടിച്ചുകൊണ്ട് തരാം സാറേ. ഇതാണ് വണ്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അറിവിന്റെ ആഴങ്ങളിലൂടെ ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ച സാമൂഹിക വിപ്ലവമാണ് കേരളത്തിലെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനമെന്ന് NK പ്രേമചന്ദ്രൻ MP. പിൽക്കാലത്ത് കേരളത്തിലുണ്ടായ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാന ശില ഈ വിപ്ലവമാണെന്നും MP ചൂണ്ടിക്കാട്ടി. പത്രാധിപർ K. സുകുമാരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മുപ്പെരുന്നാൾ ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറിവിന്റെ ആഴങ്ങളിലൂടെ ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ച സാമൂഹ്യ വിപ്ലവമാണ് കേരളത്തിലെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനമെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. പത്രാധിപർ K. സുകുമാരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു മുപ്പെരുന്നാൾ ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു തുള്ളി രക്തം പോലും ചീന്താതെയാണ് സാമൂഹ്യ നവോത്ഥാന വിപ്ലവം സൃഷ്ടിച്ചത്. പിൽക്കാലത്ത് കേരളത്തിലുണ്ടായ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാന ശില ഈ വിപ്ലവമാണെന്നും MP കൂട്ടിച്ചേർത്തു. അപ്പൊ ഒരു തുള്ളി ചോര പോലും ചൊരിയാതെ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയെ മാറ്റിമറിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയൊരു വിപ്ലവമായിരുന്നു നിശബ്ദമായ സാമൂഹ്യ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് നവോത്ഥാന കാലഘട്ടത്തിൽ ഗുരുദേവന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നത്. അതിന്റെ ഗുണഫലമാണ് സത്യത്തിൽ ഇന്നും മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം കൂടുതൽ കരുത്താർജിച്ചതായി കേരളം മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സങ്കീർണമായിട്ടുള്ള സാമുദായിക സമവാക്യങ്ങൾ നിലനിൽക്കുന്ന കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളില്ലാത്ത, സാമുദായികമായ കലാപങ്ങളില്ലാതെ സമാധാനത്തോടും സൗഹൃദത്തോടും സാഹോദര്യത്തോടും കൂടി മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തോടു കൂടി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മതാതീതമായ ആത്മീയതയുടെ ദർശനമെന്ന ഒരു പുതിയ കാഴ്ചപ്പാട് കേരളത്തിന് മുമ്പാകെ, ലോകത്തിന് മുമ്പാകെ ഗുരുദേവൻ അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ഫൗണ്ടേഷൻ ചെയർമാൻ S. സുവർണകുമാർ അധ്യക്ഷത വഹിച്ചു. ഈ ശിവഗിരി മഠത്തിന്റെ ആദ്യത്തെ മഠാധിപതി എന്ന് പറയുന്ന ബോധാനന്ദ സ്വാമിയാണ്. ശിവഗിരി മഠം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി 9-നാണ് ശ്രീനാരായണ ധർമ്മസംഘം ഗുരുദേവൻ കൂർക്കഞ്ചേരിയിൽ. ഇന്ന് ആ കൂർക്കഞ്ചേരിയിൽ അതിൻ്റെ അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട്. സത്യാനുസ്വാമി സ്വാമിയും ഇവിടുന്ന് നേരെ
കൂർക്കഞ്ചേരിയിലേക്ക് പോവുക. ആ സമ്മേളനം നടക്കുക. അപ്പോൾ കൂർക്കഞ്ചേരിയിൽ വെച്ചാണ് 1928 ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുന്നത്. അതിനു മുമ്പ് ജനുവരി 9 കൂർക്കഞ്ചേരിയിൽ വെച്ചാണ് സന്യാസി സംഘം രൂപീകരിച്ച് അത് ആദ്യത്തെ മഠാധിപതിയായി ഗുരുദേവൻ തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് ബോധാനന്ദ സ്വാമിയാണ്. SNDP യോഗം സ്ഥാപകദിന വാർഷിക സമ്മേളനം യോഗം കൗൺസിലർ P. സുന്ദരനും ശിവഗിരി ധർമ്മസംഘം സ്ഥാപകദിന വാർഷിക സമ്മേളനം ശിവഗിരി മഠത്തിലെ സ്വാമി സുഹൃദാനന്ദയും പത്രാധിപർ K. സുകുമാരൻ ജയന്തിദിന സമ്മേളനം മാധ്യമപ്രവർത്തകൻ S. രാധാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. പത്രാധിപർ K. സുകുമാരൻ മെമ്മോറിയൽ ബെസ്റ്റ് ജേർണലിസ്റ്റ് അവാർഡ് G. ഹസ്താമലകന് സമർപ്പിച്ചു. പത്രാധിപർ K. സുകുമാരൻ മെമ്മോറിയൽ ബെസ്റ്റ് എഡ്യൂക്കേഷണലിസ്റ്റ് അവാർഡ് കേരള സർവകലാശാല മുൻ ഡീനും ശിവഗിരി മഠം മുൻ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ M. ശാർങ്ങധരനും ഫിലാട്രോപ്പിസ്റ്റ് അവാർഡ് പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജനും സമ്മാനിച്ചു. P. സുന്ദരൻ, KI ബാഹുലയൻ, ഡോക്ടർ R. വരുൺ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിശ്വാസ പെരുമയിൽ എരുമേലി പേട്ടതുള്ളൽ നടന്നു. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് പേട്ടതുള്ളൽ നടത്തിയത്. പേട്ടപ്പണം വയ്ക്കൽ ചടങ്ങോടെയാണ് പേട്ടകെട്ടിന് തുടക്കമായത്. അമ്പലപ്പുഴ സംഘവും എരുമേലി ബാവരിപള്ളിയും തമ്മിലുള്ള ബന്ധത്തിന്റെ നീണ്ട നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ഹസൻ റാവുത്തറാണ് കാലങ്ങളായിട്ട് നമ്മളോടൊപ്പം ബാവരുടെ പ്രതിനിധിയായി അനുഗമിച്ചിരുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിച്ചു. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരന്തിനെ ദർശിച്ച ശേഷമാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. അമ്പലപ്പുഴ സംഘം വാവരുപള്ളിയിൽ ദർശനം നടത്തി. പള്ളി ഭാരവാഹികൾ സംഘത്തെ സ്വീകരിച്ചു. വാവരുടെ പ്രതിനിധിയും അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തിനൊപ്പം വലിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ആകാശത്ത് നക്ഷത്രം ദർശിച്ചതോടെ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചു. ആലങ്ങാട്ട് സംഘം വാവരുപള്ളിയിൽ കയറാതെ വലിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ട വൈകിട്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് എരുമേലി പേട്ടതുള്ളൽ നടന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നാണ് സംഘം യാത്ര തിരിച്ചത്. ഞങ്ങൾ പേട്ടതുള്ളലിന് വേണ്ടിയിട്ട് ഇന്നലെ ഉച്ചയോടുകൂടി ഇവിടെ എത്തി. വാവരുടെ പള്ളിയിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടെ ചന്ദ്രക്കുളം മഹോത്സവത്തിൽ വരെ ആദരിച്ച് ഇന്ന് പേട്ടതുള്ളൽ തയ്യാറെടുത്ത് രാവിലെ 12 മണിയോടുകൂടി കൊച്ചമ്പലത്തിന് മുകളിൽ ശ്രീകൃഷ്ണഭഗവാന്റെ വാഹനം പ്രത്യക്ഷപ്പെട്ടതോടുകൂടി അമ്പലപ്പുഴ സംഘത്തിലെ പേട്ടതുള്ളൽ ആരംഭിച്ചു. അപ്പോൾ 2:30 മണിയോടുകൂടി എരുമേലി ക്ഷേത്രത്തിലെത്തി അവരുടെ പ്രതിനിധിയും ആയി എരുമേലി അമ്പലത്തിലെത്തി തിരുവോറിന് മുമ്പിൽ പേർസാക്കി സ്വീകരിച്ചു. പേട്ടതുള്ളലിന് എഴുന്നള്ളിക്കാനുള്ള സ്വർണ്ണത്തിടമ്പ് പ്രത്യേകം തയ്യാറാക്കിയ അലങ്കരിച്ച രഥത്തിൽ സ്ഥാപിച്ച് രഥഘോഷയാത്രയായി യാത്രയിലുടനീളമുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് എരുമേലിയിലെത്തിയത്. പേട്ടതുള്ളാൻ അമ്പലപ്പുഴ സംഘത്തിൽ 500 പേരുണ്ടായിരുന്നു. ആലങ്ങാട്ട് യോഗത്തിന്റെ പേട്ടപ്പുറപ്പാട് മണൽപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. പേട്ടയ്ക്ക് എഴുന്നള്ളിച്ച അയ്യപ്പ ഗോളക പൂജിച്ച് യോഗം പെരിയോൻ AK വിജയകുമാറിന്റെയും യോഗം പ്രതിനിധി പുറയാറ്റിക്കളരി രാജേഷിന്റെയും നേതൃത്വത്തിലായിരുന്നു എരുമേലിയിലേക്കുള്ള യാത്ര. വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനവും പാനക പൂജയും നടത്തിയാണ് ആലങ്ങാട്ട് സംഘം എരുമേലിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
പ്രധാന വാർത്തകൾ വീണ്ടും. പുലിപ്പേടിയിൽ പത്തനാപുരം. പുലി പശുക്കിടാവിനെ കൊന്നു തിന്നു. പുന്നലയിലാണ് സംഭവം. ജമാഅത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്തു. യുവാവിന് നേരെ ആക്രമണം എന്ന് പരാതി. കരുവ വലിയവിള സ്വദേശി അമീർ ഖാനാണ് മർദ്ദനമേറ്റത്. അഷ്ടമുടിക്ക് ആവേശമായി ജലോത്സവം. പ്രസിഡന്റ്സ് ട്രോഫി നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടന്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടന് CBL കിരീടം. KSRTCയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം. KSRTE CITUവിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. കരുനാഗപ്പള്ളി ഡിപ്പോയിലായിരുന്നു സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.